എൻ്റെ അവസാന T20 ക്രിക്കറ്റ് മത്സരം ചെപ്പോക്കിലായിരിക്കും. 2021 മഹേന്ദ്ര സിംഗ് ധോണി പറഞ്ഞ വാക്കുകളാണിത്. ഇന്ന് ഈ വാക്കിന് പ്രസക്തിയേറെയാണ്. അതിന് കാരണവുമുണ്ട്, പറയാം. തലയില്ലാത്ത ചെന്നൈക്ക് പകിട്ട് കുറവാണ്. അത് നികത്താൻ ഒട്ടേറെ പേരുണ്ടെങ്കിലും ആ വിടവ് അങ്ങനെ തന്നെ കിടക്കുന്നത് ഗ്യാലറി നോക്കിയാൽ അറിയാം. തലയുണ്ടെങ്കിൽ ഇളകിമറിയുന്നതാണ് ഗ്യാലറിയുടെ ശീലം. ധോണിക്ക് പകരം ചിന്നത്തല എന്ന പേരിൽ സഞ്ജു സാംസൺ അവതരിച്ചിട്ടുണ്ട് എന്നതാണ് ചെന്നൈ ആരാധകരുടെ ആശ്വാസം. തലയില്ലാത്തതിൻ്റെ വിഷമം പലപ്പോഴും ആരാധകർക്ക് നികത്തിക്കൊടുത്തത് മലയാളി താരമാണ്. ഇന്ന് ഹൈദരാബാദിനെതിരെ ചെപ്പോക്കിലെ മത്സരത്തിൽ ധോണി കളിക്കാനിറങ്ങുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ ദിവസങ്ങളിൽ നെറ്റ്സിൽ അദ്ദേഹം ദീർഘനേരം പരിശീലനം നടത്തിയിരുന്നു. ഇതാണ് ആരാധകരുടെ പ്രതീക്ഷയേറ്റുന്നത്. നെറ്റ്സിൽ ഏറെ നേരം കളിച്ച ധോണി സ്പിന്നർമാരെയാണ് നേരിട്ടത്. അതേസമയം ധോണി ഇറങ്ങുന്നത് ആരുടെ പകരക്കാരനായിരിക്കുമെന്നതും വിക്കറ്റ് കീപ്പറാകുമോ എന്നതും ആകാംക്ഷയാണ്. കാലിനേറ്റ് പരിക്കിന് പിന്നാലെയാണ് ധോണിക്ക് ഈ സീസണിലെ മത്സരങ്ങൾ നഷ്ടമായത്. സീസണിൽ ആദ്യം ടീമിന്റെ പ്രകടനം പ്രതീക്ഷിച്ച നിലയിലേക്ക് എത്താത്തതോടെ ധോണി തിരിച്ചെത്തണമെന്ന ആവശ്യം വ്യാപകമായി ഉയർന്നു. എന്നാൽ ടീം സന്തുലിതാവസ്ഥ നിലനിർത്തി പ്രകടനം മെച്ചപ്പെടുത്തിയതോടെ ധോണി തിരിച്ചെത്തില്ല എന്നുറപ്പായി. ഇത് കോച്ചും മുതിർന്ന താരങ്ങളും സൂചിപ്പിച്ചതോടെ ആരാധകരും പ്രതീക്ഷ കൈവിട്ടു. എങ്കിലും ഏതെങ്കിലും ഒരു മത്സരത്തിൽ തലയാട്ടമുണ്ടാകുമെന്നായിരുന്നു ആരാധകരുടെ പ്രതീക്ഷ. ഇത് ഇന്ന് സഫലമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ചെന്നൈ ആരാധകർക്ക് ധോണി വികാരമായത് എങ്ങനെയാണ്? ചോദ്യം പ്രസക്തമാണ്. ജാർഖണ്ഡുകാരൻ മഹേന്ദ്ര സിംഗ് ധോണി 2008 IPL ചെന്നൈയിലേക്ക് എത്തിയതിന് പിന്നാലെയാണ് നഗരത്തോട് ആത്മബന്ധം പുലർത്തിയിരുന്നത്. 2008 ആദ്യ IPL സീസണിൽ ഏറ്റവും ഉയർന്ന തുകയ്ക്കാണ് ധോണിയെ CSK സ്വന്തമാക്കിയത്. അന്നു മുതൽ ടീമിന്റെ മുഖമായി ധോണി മാറി. വിലക്കിനെ തുടർന്ന് ടീമില്ലാതിരുന്ന 2 വർഷം ഒഴിച്ചു നിർത്തിയാൽ IPL ചരിത്രത്തിൽ സിംഹഭാഗവും ചെന്നൈയെ നയിച്ചത് ധോണിയാണ്. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ 5 തവണ IPL കിരീടവും 2 തവണ ചാമ്പ്യൻസ് ലീഗ് T20 കിരീടവും ചെന്നൈ സ്വന്തമാക്കി. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ശാന്തവും എന്നാൽ ശക്തവുമായ ടീം സംസ്കാരം കെട്ടിപ്പടുത്തതും ധോണിയാണ്. കളിക്കാരെ സമ്മർദ്ദത്തിലാക്കാതെ അവർക്ക് കൃത്യമായ പിന്തുണ നൽകുക, പരിചയസമ്പന്നരായ കളിക്കാരെ വിശ്വസിക്കുക തുടങ്ങിയ ധോണിയുടെ തന്ത്രങ്ങളാണ് ചെന്നൈയെ IPL ഏറ്റവും സ്ഥിരതയുള്ള ടീമാക്കി മാറ്റിയത്. ധോണിയും ചെന്നൈ മാനേജ്മെന്റും തമ്മിലുള്ള ബന്ധവും മാതൃകാപരമാണ്. ചെന്നൈയോടുള്ള ധോണിയുടെ പ്രിയത്തിന് പകരം ആരാധകർ സമ്മാനിച്ചത് തല അഥവാ നേതാവ് എന്ന പേരാണ്. ഇന്ന് പക്ഷേ ധോണിയുടെ വിടവാങ്ങൽ മത്സരമാകുമോ എന്നതാണ് ആകാംക്ഷ. 2021 ധോണി പറഞ്ഞ വാക്കുകളാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ചെപ്പോക്കിലായിരിക്കും തന്റെ അവസാന T20 മത്സരമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇതാണ് വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയതും. ധോണി കളിക്കുമെന്ന അഭ്യൂഹം പരന്നതോടെ ചെപ്പോക്കിലെ മത്സരത്തിന്റെ ടിക്കറ്റിന് ആവശ്യക്കാരേറുകയാണ്. സീസണിലെ വൈകാരികമായ മത്സരമായിരിക്കുമെന്ന കാരണത്താലാണ് ടിക്കറ്റിന് ഡിമാൻഡ് വർദ്ധിച്ചത്. പ്ലേ ഓഫിലേക്ക് എത്താൻ ജയം അനിവാര്യമാണെന്നിരിക്കെ തലയിറങ്ങി അത്ഭുതങ്ങൾ കാണിക്കുമെന്ന ആകാംക്ഷയിലാണ് ചെന്നൈ ആരാധകരും.